നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ പേര് ഇന്നും ലോകമെമ്പാടും സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായി അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നും രാജാവായ സോളമൻ്റെ പേര് ഉയർന്നു വരുന്നത്? ഇനിയും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പറയാം. സോളമൻ ആദ്യം ദൈവത്തോട് ചോദിച്ചത് സ്വർണമോ വെള്ളിയോ സമ്പത്തോ ആയിരുന്നില്ല. അദ്ദേഹം ചോദിച്ചത് മറ്റൊന്നായിരുന്നു. അതുതന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും സമ്പന്നനും ജ്ഞാനിയുമായ രാജാവാക്കി മാറ്റിയത്. ഇന്ന് ഈ വീഡിയോയിൽ സോളമൻ്റെ സമ്പത്തിൻ്റെ 7 രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ രഹസ്യങ്ങൾ വെറും പണത്തെക്കുറിച്ചല്ല, ജീവിത വിജയത്തെക്കുറിച്ചാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. കാരണം 7ാമത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചേക്കാം. സുഹൃത്തുക്കളെ, ബൈബിളിൽ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ വ്യക്തികളിൽ ഒരാളാണ് രാജാവായ സോളമൻ. അദ്ദേഹം രാജാവായ ദാവീദിൻ്റെ മകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മഹത്വമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്ഞാനവും തീരുമാനങ്ങളുമാണ്. ഒരു ദിവസം ദൈവം സോളമൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ചോദിക്കൂ, ഞാൻ തരാം. ഒരുപാട് ആളുകളായിരുന്നെങ്കിൽ എന്ത് ചോദിക്കുമായിരുന്നു? സമ്പത്ത്, അധികാരം, ശത്രുക്കളുടെ നാശം, ദീർഘായുസ്, അങ്ങനെ. പക്ഷേ സോളമൻ ചോദിച്ചത് ജ്ഞാനമായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയകഥ ആരംഭിക്കുന്നത്. രഹസ്യം 1: ജ്ഞാനത്തെ സമ്പത്തിനേക്കാൾ വിലമതിക്കുക. സോളമൻ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം ഇതായിരുന്നു: സമ്പത്ത് ജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ജ്ഞാനം സമ്പത്തിൽ നിന്ന് വരുന്നില്ല. ഇന്നത്തെ ലോകത്ത് പലരും നേരിട്ട് പണത്തിന് പിന്നാലെയാണ് പോകുന്നത്. പക്ഷേ സോളമൻ ജ്ഞാനത്തിന് പിന്നാലെ പോയി. ജ്ഞാനമുണ്ടെങ്കിൽ ശരിയായ തീരുമാനമെടുക്കാം. ശരിയായ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. വിജയം സമ്പത്തിലേക്ക് നയിക്കും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. കാരണം ജ്ഞാനമാണ് യഥാർത്ഥ സമ്പത്തിൻ്റെ അടിസ്ഥാനം. 2ാമത്തെ രഹസ്യം ഇതാണ്: ദൈവത്തെ 1ാം സ്ഥാനത്ത് വയ്ക്കുക. സോളമൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി. അദ്ദേഹം ദൈവത്തെ ബഹുമാനിച്ചു, ദൈവത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശം തേടി. അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. ഇന്ന് പലരും വിജയം കിട്ടിയാൽ ദൈവത്തെ മറക്കുന്നു. പക്ഷേ സോളമൻ്റെ തുടക്കത്തിലെ വിജയം വന്നത് ദൈവത്തെ മുൻഗണന നൽകിയതുകൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം എന്നാണ്? നിങ്ങളുടെ ആത്മീയ ജീവിതം ശക്തമാക്കുക, പ്രാർത്ഥിക്കുക, നല്ല മൂല്യങ്ങൾ പിന്തുടരുക, സത്യസന്ധതയോടെ ജീവിക്കുക. കാരണം സ്വഭാവമില്ലാതെ വിജയം ദീർഘകാലം നിലനിൽക്കില്ല. 3ാമത്തെ രഹസ്യം ഇതാണ്: ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. സോളമൻ്റെ ജ്ഞാനം തെളിയിച്ച ഏറ്റവും പ്രശസ്തമായ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2 സ്ത്രീകൾ ഒരു കുഞ്ഞിൻ്റെ അമ്മ താനാണെന്ന് അവകാശപ്പെട്ടു. ആരാണ് യഥാർത്ഥ അമ്മ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ സോളമൻ ഒരു അത്ഭുതകരമായ തീരുമാനമെടുത്തു. കുഞ്ഞിനെ 2ആയി മുറിച്ച് 2 പേർക്കും കൊടുക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. യഥാർത്ഥ അമ്മ ഉടൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, കുഞ്ഞിനെ അവൾക്ക് കൊടുത്തോളൂ. അവിടെയാണ് സോളമൻ യഥാർത്ഥ അമ്മയെ തിരിച്ചറിഞ്ഞത്. ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് ജീവിതത്തിൽ അമൂല്യമാണ്. ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങൾ കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടാണ് നയിക്കപ്പെടേണ്ടത്. 4ാമത്തെ രഹസ്യമാണ് കഠിനാധ്വാനത്തിൻ്റെ മൂല്യം. സോളമൻ വെറും ജ്ഞാനിയായിരുന്നില്ല, അദ്ദേഹം കഠിനാധ്വാനിയും മികച്ച ഭരണാധികാരിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ദൈവാലയം പണിതു, രാജ്യം വികസിപ്പിച്ചു, വ്യാപാരം ശക്തമാക്കി. ഇതെല്ലാം വെറും ഭാഗ്യം കൊണ്ടല്ല, സ്ഥിരതയുള്ള പരിശ്രമം കൊണ്ടാണ് സംഭവിച്ചത്. ഇന്ന് പലരും ഒരു രാത്രി കൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ യഥാർത്ഥ വിജയം ചെറിയ പരിശ്രമങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രതിദിനം 1% മെച്ചപ്പെടുക. 1 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറിയിരിക്കും. 5ാമത്തെ രഹസ്യമാണ് നല്ല ആളുകളുമായി ബന്ധപ്പെടുക. സോളമൻ ശക്തരായ രാജാക്കന്മാരായുമായും നേതാക്കളുമായും വ്യാപാരികളുമായും ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം ഒറ്റയ്ക്ക് പ്രവർത്തിച്ചില്ല, അദ്ദേഹം ശക്തമായ ബന്ധങ്ങളുണ്ടാക്കി. ഇന്നത്തെ ലോകത്തും ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ആരോടൊപ്പമാണ് സമയം ചിലവഴിക്കുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണോ, അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്നവരാണോ? വിജയികളുമായി ഇടപഴകുക, നല്ല ഉപദേശകരെ തിരഞ്ഞെടുക്കുക, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ, അവരുടെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത രഹസ്യമാണ് പണത്തെ സേവകനാക്കുക. സോളമൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്: പണം ഒരു നല്ല സേവകനാണ്, പക്ഷേ മോശം യജമാനാണ്. പലരും പണത്തിൻ്റെ അടിമകളാകുന്നു. അവർക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല. എപ്പോഴും കൂടുതൽ വേണം. പക്ഷേ യഥാർത്ഥ സമ്പത്ത് മനസ്സമാധാനത്തോടൊപ്പം വരണം. പണം നിങ്ങളെ സേവിക്കണം, നിങ്ങൾ പണത്തെ സേവിക്കരുത്. നിങ്ങളുടെ പണം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക, നിക്ഷേപിക്കുക, സേവ് ചെയ്യുക, ആവശ്യമായ കാര്യങ്ങളിൽ ചിലവഴിക്കുക. 7ാമത്തെ രഹസ്യമാണ് നിങ്ങളുടെ വിനയം നഷ്ടപ്പെടുത്തരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. സോളമൻ്റെ ജീവിതം നമുക്കൊരു വലിയ മുന്നറിയിപ്പ് തരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ചില തെറ്റുകൾ ചെയ്തു. അദ്ദേഹം ദൈവത്തിൽ നിന്നകന്നു. അദ്ദേഹം തൻ്റെ ജ്ഞാനത്തിൽ അമിതമായി വിശ്വസിച്ചു. അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും വിനയം നഷ്ടപ്പെടരുത്. വിജയം നിങ്ങളെ അഹങ്കാരികളാക്കാൻ അനുവദിക്കരുത്. കാരണം അഹങ്കാരം പല വിജയങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട്. വിനയം നിങ്ങളെ വളർത്തും, അഹങ്കാരം നിങ്ങളെ വീഴ്ത്തും.
സുഹൃത്തുക്കളെ, സോളമൻ്റെ ജീവിതം വെറുമൊരു രാജാവിൻ്റെ കഥയല്ല, അതൊരു ഓരോ മനുഷ്യനും പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമ്പത്തിനെ പറ്റിയും ജീവിതത്തെപ്പറ്റിയുമുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.